ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ കൃത്യസമയത്ത് എത്തുന്നില്ല എന്ന രോഗികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ അധികൃതർ ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തി. നിരവധി രോഗികളാണ് ഡോക്ടറെ കാണുന്നതിനായി ആ സമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. എല്ലാ വിഭാഗത്തിലും ഓരോ ഡോക്ടർമാർ വീതമുണ്ട് എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന രോഗികളുടെയും പൊതുജനങ്ങളുടെയും പരാതികളെ തുടർന്നാണ് നഗരസഭാ അധികൃതർ ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തിയത്. രാവിലെ മുതൽ നിരവധി രോഗികളാണ് ആശുപത്രി OPയിൽ വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരെ കാണുന്നതിനായി എത്തിയത്. എന്നാൽ ഒരു ഡോക്ടർ മാത്രമാണ് ആ സമയമുണ്ടായിരുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയ രോഗികൾ പലരും ഡോക്ടറെ കാണാതെ വലഞ്ഞു. ഇതേ തുടർന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തെയും നഗരസഭാ അധികൃതരെയും രോഗികൾ വിവരമറിയിച്ചത്. ഞാൻ ഇന്ന് രാവിലെ 6:30 മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ്. ഇവിടെ വന്ന് ക്യൂവിൽ നിന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറുടെ OP റൂമിൽ ചെന്നപ്പോൾ ഡോക്ടറില്ല. ഇവിടെ മെഡിസിൻ വിഭാഗത്തിൽ ആകെ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അത് 9 മണി കഴിഞ്ഞിട്ടും ഡോക്ടർ OPയിൽ എത്തിയിട്ടില്ല. നഗരസഭാ അധികൃതർ എത്തുമ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. തുടർന്ന് ആശുപത്രി അധികൃതരുമായി നഗരസഭാ അധികൃതർ ചർച്ച നടത്തുകയും വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ തുടർ ദിവസങ്ങളിൽ നടത്താമെന്നുള്ള ഉറപ്പിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിലർമാർ അടക്കമുള്ളവർ പിരിഞ്ഞുപോയത്. ഇനി വരുന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വിഷയം ഉന്നയിക്കുകയും രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പറഞ്ഞു. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാവരും കൗൺസിലേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. MLAക്ക് ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിയിരുന്നു. ഇവിടെ രാവിലെ OPയിൽ നമ്മുടെ പേഷ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഇല്ല. ഡോക്ടർ ദീപ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന് ചീട്ട് കൊടുത്തിട്ട് അദ്ദേഹം OPയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു, പക്ഷേ എമർജൻസി ആയിട്ട് അദ്ദേഹം വാർഡിൽ വിസിറ്റിന് പോയതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പേഷ്യൻസ് കുറേ പേര് രാവിലെ 6:30 മണിയോടുകൂടി ഇവിടെ വന്നിരുന്ന് ചീട്ടെടുക്കുകയും ഡോക്ടേഴ്സ് ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും അതിന് വേണ്ട നടപടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു. ഡോക്ടർ OPയിൽ എത്തിച്ചേർന്നു, പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത HMC കമ്മിറ്റിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. അതേസമയം ഡോക്ടർമാരില്ല എന്നുള്ളത് വാസ്തവവിരുദ്ധമാണെന്നും എല്ലാ വിഭാഗത്തിലും ഓരോ ഡോക്ടർമാർ വീതം ഡ്യൂട്ടിയിലുണ്ടെന്നും മറ്റു ഡോക്ടർമാർ വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ടാണ് എല്ലാ ഡോക്ടർമാരുടെയും സേവനം ലഭിക്കാത്തതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം, കൗൺസിലർമാരായ ജിനു ആന്റണി, ബിന്ദു ജയൻ, അസം ബീഗം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. കോളേജിന് NACന്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. Nirmala College, Muvatupuzha, an inspiring journey into the future.